എല്ലാ കൂട്ടുകാർക്കും ടെക്ടോക്ക് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ഒരു സ്റ്റുഡിയോയിൽ ഒരു പുതിയൊരു സംഭവം കൊണ്ടുവന്നു. അതായത് എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു, പക്ഷേ അത് കൊണ്ടുവന്നത് വെറൈറ്റി ആയിട്ടാണ്. അപ്പോൾ ആ സംഭവം നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇത് വീടിൻ്റെ പുറവശമാണ് നമ്മുടെ. അപ്പോൾ ഞാൻ ആ സംഭവം ഒരു ഇൻസ്പിറേഷണൽ സംഭവമായിരിക്കും കേട്ടോ. അതായത് ക്യാഷ്, അതെന്താ ഡീറ്റെയിൽ എന്ന് പറയാം. നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ ഏകദേശം മനസ്സിലായി കാണാം എന്താ സംഭവം. ഞാൻ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ സംഭവം. നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. ഞാൻ ചെറുതായിട്ട് വ്യക്തമായിട്ട് കാണിച്ചു തരാം. കണ്ടില്ല ഫ്രണ്ട്സ്, ഇത് എങ്ങനെ ഞാൻ ഉണ്ടാക്കി. ഇത് നിങ്ങൾ വിചാരിക്കും ഇതിന് വലിയ പ്രൈസ് ഒന്നുമില്ല, ഇതല്ലേ സംഭവം, വലിയ സംഭവം നല്ലെന്ന് വിചാരിക്കും. പക്ഷേ ഇതൊരു സംഭവമാണ് ഫ്രണ്ട്സ്. കാരണം ഇതിൻ്റെ പ്രൈസ് ഞാൻ നിങ്ങൾ ആമസോണിൽ ഇപ്പം കാണിച്ചു. ഇതിൻ്റെ ഡോം എന്നൊക്കെ വേണം പറയാം, അല്ലെ സോഫ്റ്റ് ബോക്സ് എന്ന് പറയാം. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറയാം ഫ്രണ്ട്സ്, നിങ്ങളൊന്ന് കണ്ടു നോക്കി. ഇതിൻ്റെ പ്രൈസ് ഞാനിപ്പോൾ കാണിക്കുന്നുണ്ട്. ഏകദേശം 5000-10000 ആ റേഞ്ച് വരുന്ന സാധനമാണ് ഫ്രണ്ട്സ് ഈ സോഫ്റ്റ് ബോക്സ് അല്ലെങ്കിൽ ഡോം എന്ന് പറഞ്ഞ സാധനം. അപ്പോൾ ഇതത്ര ചില്ലറ കാര്യമല്ല, നിങ്ങൾക്ക് മനസ്സിലാക്കണം. അപ്പം ഇതെനിക്ക് വാങ്ങിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. കാരണം നമ്മുടെ ലൈറ്റിംഗ് സെറ്റപ്പ് പക്കയാണെങ്കിൽ ഈ ഒരു ഐറ്റം ഉണ്ടെങ്കിൽ പറ്റത്തുള്ളൂ. ഞാൻ ഇതിൻ്റെ വ്യക്തത കാണിച്ചു തരാം. ഫ്രണ്ട്സ്, ഞാൻ മെയിനായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് കൊടയാണ്. അതിൻ്റെ അകത്ത് മെയിൻ അംബ്രല്ലയുടെ ആ ഒരു, നിങ്ങൾക്ക് അകം വൈറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട്. അകത്ത് കുറച്ച് കമ്പി സംഭവങ്ങളൊക്കെ ഇല്ലേ, അത് ഞാൻ ജസ്റ്റ് എന്തോ ചെയ്യുമെന്ന് പറയാം. ആദ്യം മെയിനായിട്ട് സംഭവം ഒരു കൊട, വീട്ടിലിരുന്ന് ഒരു നല്ല കൊട മാന്യമായിട്ട് അമ്മ അറിയാതെ ഞാൻ വലിച്ചു കീറിയിരിക്കുകയാണ്. അത് എടുത്തിട്ടാണ് മെയിൻ സംഭവം ഉണ്ടാക്കി. ഞാനിത് ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾക്കൊരു ജസ്റ്റ് ഒരു മോട്ടിവേഷൻ ആകട്ടെ എന്ന് വെച്ചിട്ട്. കാരണം ഇങ്ങനൊരു എന്തെങ്കിലും നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, മെയിൻ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊരിക്കലും വേണ്ട, ചിലപ്പോൾ ഒരു പൈസയുടെ പ്രശ്നം കൊണ്ട് നമുക്ക് സാധിക്കാതിരിക്കും. നമുക്ക് എന്തെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അത് സാധിക്കാൻ പറ്റും. വേണം ഇങ്ങനെയൊക്കെ നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ തന്നെയുള്ള കുറച്ച് സാധനങ്ങൾ വെച്ച് അതൊക്കെ സാധിക്കാൻ പറ്റും. അങ്ങനെ ഒരു മോട്ടിവേഷണൽ വീഡിയോ ആണിത്. നിങ്ങൾ പറ്റുമെങ്കിൽ മൊത്തം ഒന്ന് കാണുക. കാരണം ഇതൊന്നൊന്നുമില്ല, നിങ്ങൾക്ക് എന്ത് ആഗ്രഹം ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് വേണമെന്ന് വെച്ചൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റും. ഇത് എൻ്റെ ഐഡിയ വെച്ച് ഞാൻ ചെയ്തതാണ്. ഇതിൻ്റെ ചെറിയ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഫ്രണ്ട്സ്, ഈ അകത്ത് വരുന്ന കണ്ടില്ലേ ഈ കമ്പി എന്ന് പറയുന്നത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ അയ കെട്ടിക്കൊണ്ടിരുന്ന, അയ വലിച്ചു കിട്ടുന്ന കമ്പിയൊക്കെ ഉണ്ടല്ലോ, മുട്ട, എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ കമ്പിയാണ് ഞാനിവിടെ ചെയ്തേക്കുന്നത്. എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് സംബന്ധിച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നല്ല രീതിയിൽ അയ കെട്ടിക്കൊണ്ടിരിക്കുന്ന സാധനം ഇത് ഞാൻ വീട്ടുകാരറിയാതെ നൈസായിട്ട് പൊട്ടിച്ചെടുത്തെന്ന് വെച്ചാൽ ഞാൻ കുറേ കമ്പി തപ്പിയിട്ട് കിട്ടിയില്ല. അവസാനം തേണ്ടി നമുക്ക് ഒപ്പിച്ചപ്പോൾ ഞാൻ ചുറ്റോട്ടൊക്കെ നോക്കിയപ്പോൾ അയ കണ്ടു. അപ്പോൾ അയയിലെ ഒരു പറ്റിയൊരു കമ്പിയാണ് ഞങ്ങളെ വ്യക്തമായിട്ട് ഞാൻ കാണിച്ചതേ. അയ നോക്കുമ്പം നല്ല കട്ടിയുള്ള കമ്പിയെ. അപ്പോൾ ഞാൻ നൈസായിട്ട് ആരും അറിയാതെ അയ പൊട്ടിച്ചെടുത്തു. പക്ഷേ ഇപ്പം പിറ്റേ ദിവസം വീട്ടിൽ അമ്മ കണ്ടു. എന്നിട്ട് പറഞ്ഞു ആരായ പൊട്ടിച്ചെന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു തുരുമ്പൊക്കെ അടിച്ച് പൊട്ടിപ്പോയതായിരിക്കും എന്ന് പറഞ്ഞു. പുറമേ കാണുമ്പോൾ വലിയ ലുക്കൊന്നും ഇല്ലെങ്കിലും സംഭവം അടിപൊളിയായിട്ട് ലൈറ്റിംഗ് സെറ്റപ്പ് കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മുടെ സ്റ്റുഡിയോയ്ക്കായാലും ലൈറ്റിങ്ങിനൊക്കെ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും. അത് ഈ ഒരു ഐറ്റത്തിൻ്റെ പ്രത്യേകതയാണ് ഫ്രണ്ട്സ്. ഈ ഒരു DIY സംഭവത്തിൻ്റെ പ്രത്യേകത. ഇതിന് ഡോം എന്ന് പറയാം, അല്ലെങ്കിൽ സോഫ്റ്റ് ബോക്സ്. ഫ്രണ്ട്സ്, ഇതിൻ്റെ എൻഡ് ഞാനിവിടെ ജോയിൻ ചെയ്തേക്കുന്നത് ഈ ഒരു ട്രൈപോഡ് സ്റ്റാൻഡിൻ്റെ തന്നെയാണ്. ഇത് വേറെ DIY ഒന്നുമല്ല. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഞാൻ നേരത്തെ വാങ്ങിച്ച ട്രൈപോഡ് സ്റ്റാൻഡാണ്. ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു കമ്പി ചരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ ഈ ഒരു ഹോളുണ്ട് ഇവിടെ, ഞാൻ കാണിച്ചു തരാം. ജസ്റ്റ് ഇവിടെ ഒരു ഹോളുണ്ട്. ഈ ഹോളിൽ കൂടി ഈ കമ്പി ഇട്ടിട്ട് ഇതേ ജോയിൻ ചെയ്ത് വെച്ചേക്കാണ് ഫ്രണ്ട്സ്. കണ്ടല്ലോ, മനസ്സിലായി, നിങ്ങൾ കാണുന്നുണ്ട്. ഇതേ ജോയിൻ ചെയ്ത് ഇങ്ങനെ തട്ടി തൂക്കിയിട്ടേക്കും. എന്നിട്ട് നമ്മുടെ ഈ കെട്ടുകമ്പി ഉണ്ടല്ലോ, കെട്ടുകമ്പി അത് വെച്ചാണ് ഫുള്ള് ചുറ്റിയേക്കുന്നത്. ഇതിൻ്റെ അകമെല്ലാം ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഇതിൻ്റെ അകത്ത് മൊത്തം കെട്ടുകമ്പിയാണ് കേട്ടോ ഫ്രണ്ട്സ്. എൻ്റെ ഈ തുമ്പത്ത് കണ്ടില്ലേ, ഞാൻ കാണിച്ചു. എൻ്റെ തുമ്പത്ത് കെട്ടുകമ്പിയാണ്. അങ്ങനെ എല്ലായിടത്തും ഈ ജോയിൻ ചെയ്തേക്കുന്ന തുമ്പത്തും എല്ലാം ഫുള്ള് ഫോക്കസ് തുമ്പത്തും എല്ലാം കെട്ടുകമ്പി വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ഏകദേശം 5000-10000 രൂപയുള്ള ഡോം അല്ലെങ്കിൽ സോഫ്റ്റ് ബോക്സ് എന്ന് പറഞ്ഞ സാധനം നമ്മൾ ഏകദേശം വീട്ടിൽ നിന്നൊരു പഴയ തല്ലിപ്പൊളി കൊടയും പിന്നെ കുറച്ച് നമ്മുടെ അയയുടെ കമ്പി, അങ്ങനെ കുറേ നമ്മുടെ വീട്ടിലുള്ള സാധനം, ഹോൾഡർ, അതിന് വലിയ വിലയൊന്നുമില്ല. ഏകദേശം 100 രൂപ താഴെ പ്രൈസിൽ നമ്മൾ ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇത് ഇൻസ്പിറേഷണൽസ് ആണെന്ന് വിചാരിക്കുന്നത്. കാരണം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ വിലയുള്ള സാധനങ്ങൾ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റും ഫ്രണ്ട്സ്. എല്ലാം ചെയ്യാൻ പറ്റുമെന്നല്ല, ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അത് നമുക്ക് നാളെ വീണ്ടും കാണാം. എൻ്റെ പേര് വിഷ്ണു, ടെക്ടോക്ക് മലയാളം. സി